ശരിക്കും മമ്മൂക്ക ആ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ പല സമയത്തും ഈ പരീക്ഷണ സിനിമകൾ സോക്കോൾഡ് പരീക്ഷണ സിനിമകൾ എന്ന് പറയുന്നതിനോടൊരു പേടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പേടി മാറ്റി തന്നൊരു ക്യാപ്റ്റൻസിയാണ് ശരിക്കും മമ്മൂക്ക അത്തരത്തിലുള്ള സിനിമകൾ. ലെഫ്റ്റ് ഈസ് നോട്ട് അബവ് ക്രിറ്റിസിസം. മെയിൻ സ്ട്രീം ലെഫ്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ലെഫ്റ്റിസത്തിനെ ക്രിട്ടിസൈസ് ചെയ്യണമെന്ന് തിരുത്തരണമുണ്ട്. മതത്തിൻ്റെ തത്വം എന്താണെന്ന് പറഞ്ഞാൽ മതം സ്ത്രീകളെ സംരക്ഷണം പുരുഷന്മാരെ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ദാസേട്ടൻ എന്ന് പറഞ്ഞ വലിയൊരു മഹാമേരു അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അവരെ തന്നെയാണ് എപ്പോഴും ആരാധിക്കുന്നത്. എനിക്ക് ദാസേട്ടൻ എന്ന് പറഞ്ഞ ആരാധന. തിയേറ്ററിൽ ഈ ഫുഡ് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര എതിർപ്പുള്ളൊരു കാര്യമാണ്. ഫുഡ് എന്ന് വെച്ചാൽ ചോറും കറിയും കൊണ്ടുപോകണ്ട, എന്തെങ്കിലും ഒരു പോപ്കോർനോ ഒരു ബിസ്ക്കറ്റോ ഒരു വെള്ളമോ. എന്തൊരു ബിസിനസ് മൈൻഡാണ്. ഇപ്പോൾ ഒരാളെ ഒരു കഷ്ണത്തിലാന്ന് വിളിക്കാൻ പറ്റില്ല, കറുത്തവനെന്ന് വിളിക്കാൻ പറ്റില്ല, ഒന്നും വിളിക്കാൻ പറ്റാത്ത ഇത് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന് പറഞ്ഞാൽ ഓരോ വാക്കിലും അത് കണ്ടുപിടിക്കണം. അപ്പോൾ ഏത് വാക്ക് പറഞ്ഞാൽ എപ്പോൾ കേസ് കൊടുക്കുന്ന അറിയില്ല. ഞാൻ ഈ നിമിഷം വരെ ഈ പറയുന്ന അമ്മാവനായിട്ട് ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല. ഞാൻ ഇന്നാൾ തമാശക്ക് പറഞ്ഞു, പണ്ട് ജയനു നസീറിൻ്റെ സിനിമയിൽ ചെറുപ്പത്തിൽ പൂത്തിരി കത്തിച്ച് പൊള്ളി ഉണ്ടാവും. ഇതൊരു 20 കൊല്ലം കഴിഞ്ഞ സ്റ്റെൻഡിൻ്റെ ഇടയിൽ ഷർട്ട് വലിക്കുമ്പോൾ പൊള്ളി ഇത് കാണും. അപ്പോൾ ബാബു ഗോപി എന്ന് വിളിച്ച് ഒന്നിക്കൽ. അതുപോലെ ഇനി എന്തെങ്കിലും കാണുമ്പോൾ ഒന്നിക്കാമെന്നല്ലാതെ. You are the multi-dimensional everything that ever existed or will exist or exists at all, because actually nothing exists. പിണറായി വിജയൻ എന്ന് വെച്ചാൽ ഒരു ചെറിയ സംസ്ഥാനത്തെ ഒരു കൊച്ചു മുഖ്യമന്ത്രിയാണ്. അത്രയും സാധനം. മറ്റതങ്ങനെയല്ലോ, അൺലിമിറ്റഡ് പവറാണ്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ അധികാരമല്ല നരേന്ദ്രമോദിയുടെ കയ്യിലുള്ളത്. മനസ്സിലായില്ലേ? ഐ ആം എൻ ആൻറ്റി റൈറ്റ് വിങ് മാൻ, അത്രയും പറയാൻ പറ്റും. അതിനെ എലോബറേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര വലുതായിട്ട് എലോബറേറ്റ് ചെയ്യേണ്ടി വരും. വാട്ട് ഈസ് റൈറ്റ് വിങ് എന്ന് പറയുന്നത് തൊട്ട് എന്താണ് റൈറ്റ് വിങ് ടെൻഡൻസി എന്ന് പറയുന്നത് തൊട്ട് എങ്ങനെയാണ് ക്രിയേറ്റീവ് ഫ്രീഡത്തിനെ റൈറ്റ് വിങ് എഫക്റ്റ് ചെയ്യുന്നത്, അപ്പോൾ ആ റൈറ്റ് വിങ് ടെൻഡൻസീസ് ആരൊക്കെ കാണിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഒരുപാട് സബ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടി വരും. ബേസിക്കലി ആസ് എ ക്രിയേറ്റീവ് പേഴ്സൺ ഐ ആം ടോട്ടലി ആൻറ്റി റൈറ്റ് വിങ്. ലെഫ്റ്റ് ഈസ് നോട്ട് അബവ് ക്രിറ്റിസിസം. ലെഫ്റ്റ് ഫ്രണ്ടിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ലെഫ്റ്റിസ്റ്റ് സോ കോൾഡ് ലെഫ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ക്രിട്ടിസൈസ് ചെയ്യുന്നത് ക്രിട്ടിക്കലായിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മെയിൻ സ്ട്രീം ലെഫ്റ്റിനെ എന്ന് പറയാം, അതാണ് കറക്റ്റ്. മെയിൻ സ്ട്രീം ലെഫ്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ലെഫ്റ്റിസത്തിനെ ക്രിട്ടിസൈസ് ചെയ്യണമെന്ന് തിരുത്തരണമുണ്ട്. ഫാസിസം എന്ന് പറയുന്ന കാര്യം ഒരു മോണോപ്പൊളി അല്ല ഒന്നിൻ്റെയും. റൈറ്റ് വിങ്ങിൻ്റെ മോണോപ്പൊളി അല്ല ഫാസിസം. ലെഫ്റ്റ് വിങ്ങിലും ഫാസിസ്റ്റ് എലിമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ലെഫ്റ്റ് വിങ് ഇല്ല എന്നുള്ളതാണ് മൂൺ ചെയ്യുന്നത്. ഐ ഡെസ്പറേറ്റ്ലി വോണ്ട് എ ലെഫ്റ്റ് വിങ് ഹിയർ എന്നുള്ളതാണ്. ദിസ് ഇസ് എ മോർണിംഗ്. ഇവിടെ ലെഫ്റ്റ് വിങ് ഇല്ല സത്യത്തിൽ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടുത്തെ മെയിൻ സ്ട്രീം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈ റൈറ്റ് വിങ് ടെൻഡൻസീസ് കാണിക്കുന്ന ഒരു സോ കോൾഡ് നെയിം സേക്ക് ലെഫ്റ്റ് വിങ് ആണെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ചും റൈറ്റ് വിങ്, എൻ്റെ ഫിലിംസിൽ റൈറ്റ് വിങ്ങിനെതിരെ നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ആ ഏരിയാസ് ആ ഫിലിംസിനെ അങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ടിയാൻ ഫോർ എക്സാമ്പിൾ റൈറ്റ് വിങ്ങിന് അഗൻസ്റ്റ് ആയിട്ടുള്ള സിനിമയാണ്. ഇറ്റ്സ് എൻ ആൻറ്റി റൈറ്റ് വിങ് ഫിലിം, ആൻറ്റി പൊളിറ്റിക്കൽ റൈറ്റ് വിങ് ഫിലിമാണ്. പക്ഷേ അതിനങ്ങനെ അത് ഞാൻ പറഞ്ഞില്ല നേരത്തെ, സെലക്റ്റീവ് ആയിട്ടുള്ള വ്യൂയിങ് ഈസ് ഓൾവേസ് ദയർ. അപ്പോൾ അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരൊറ്റ സിനിമയിൽ RSS ശാഖ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? RSS ഈ സൊസൈറ്റിയുടെ പാർട്ടല്ല എന്നുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യു ഹാവ് ടു കേറ്റർ ടു എ സർട്ടൺ തിങ്ക് ടാങ്ക് ടു മേക്ക് എ ഫിലിം. ഐ വോണ്ട് ഡു ദാറ്റ്. ഞാൻ RSSൻ്റെ ശാഖ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ സിനിമയിൽ അത് കാണിക്കും എന്നുള്ളത് തന്നെയായിരുന്നു അന്നത്തെ ഇത്. അതിനെ ഡിമോണൈസ് ചെയ്യാൻ നോക്കുമ്പോഴാണ് റൈറ്റ് വിങ്ങിനെ, ഫാസിസത്തിനെ ഡിമോണൈസ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഫാസിസം ശക്തി പ്രാപിക്കുന്നത്. വെൻ യു സ്റ്റാർട്ട് അഡ്രസ്സിങ് ദം. ഇപ്പോൾ ഇത്രയും കാലമായിട്ട് ഇവിടെ സിനിമ ഉണ്ടായി. 2012 ഇറങ്ങിയ ഈടത്തെ തലത്തിലാണ് ശാഖ ആദ്യം കാണിച്ചെന്ന് പറഞ്ഞാൽ അത് ആരുടെ കുഴപ്പമാണ്? നമ്മളങ്ങനെ മനസ്സിലാക്കില്ല സ്ത്രീ വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഒന്ന് ശരീരത്തിലുണ്ടെന്നുള്ളത്. അത് സ്ത്രീകളെ ഏറ്റവും അധികം സംരക്ഷണം അത് മതത്തിൻ്റെ തത്വം എന്താണെന്ന് പറഞ്ഞാൽ മതം സ്ത്രീകളെ സംരക്ഷണം പുരുഷന്മാരെ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആൻ്റെ പ്രഖ്യാപനം അങ്ങനെ, അജിജാലു ഖവാമൂൻ അലൻ നിസാ. സ്ത്രീകളെ കാര്യങ്ങൾ പൂർണ്ണമായി ശ്രദ്ധിച്ച് ആ സ്ത്രീനെ എന്താക്കണം എന്നറിയോ, പളുങ്ക് പാത്രം പോലെ നമ്മളെന്താക്കി കൊണ്ടു കിടന്ന് അവൾക്ക് ആവശ്യമുള്ള എല്ലാ സംഗതികളും ചെയ്തു കൊടുത്ത് അവളെ എല്ലാ നിലക്കുള്ള സംരക്ഷണം ചെയ്ത് അവൾക്ക് എതിൽ വരുന്നതായ എന്തെല്ലാം ദുശക്തികൾക്കുണ്ടോ അതിൻ്റെ ഇതിൽ പ്രതിരോധിച്ചു കൊണ്ടിട്ട് അവൾക്കുള്ള എല്ലാ സംരക്ഷണ കവചവും പുരുഷന്മാരത് ഏറ്റെടുക്കണം എന്നുള്ള കൽപ്പനയാണുള്ളത്.
അങ്ങനെ ഏറ്റെടുക്കണമെന്ന് കൽപ്പന ഉള്ളത് ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഇപ്പോൾ നിങ്ങൾ പറയാൻ പോണത് ഇതാണ്, അനന്തരാവകാശത്തിൽ പെണ്ണിന് കുറവുണ്ട് എന്നൊക്കെയാണ്. അത് ഏറ്റെടുക്കേണ്ടവർ ആണാണ്, ആണത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താക്കി, എല്ലായിടത്തും അല്ലത് ഒരു ഭർത്താവിൻ്റെ സ്വത്ത് ഇട്ട് കൊടുത്തൊന്നുമല്ല, വാപ്പൻ്റെ സ്വത്ത് ഓരിയൊക്കെ കൊടുത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവിടെ ആണിൻ്റെ പിന്നെ പെണ്ണിൻ്റെ 2 ഇരട്ടിയാണ് ആർക്ക് കൊടുക്കേണ്ടത്, ആണിന് കൊടുക്കേണ്ടത്. കാരണം അത് ഇന്നൽക്കുള്ള പല സാമ്പത്തികമാവുന്ന കുറേ കാര്യങ്ങൾ പുരുഷന്മാരെ ശരിയാത്തി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ല അതിപ്പോൾ ജനങ്ങളിപ്പോൾ നിസ്കരിക്കലുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണ്ടല്ലോ, നിസ്കരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ജനങ്ങൾ നിസ്കരിക്കുന്നുണ്ടോ? കള്ളുടിക്കാൻ പാടില്ല എന്ന് നിർബന്ധമാണ്, വ്യഭിചരിക്കാൻ പാടില്ല എന്ന് നിർബന്ധമാണ്. ജനങ്ങൾ നടന്ന് വ്യഭിചരിക്കണം, ജനങ്ങൾ കള്ളുടിക്കണം. ഇപ്പോൾ ഒന്നാമത്തെ ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ ലോകമല്ലേ ഇപ്പോൾ ഉള്ളത്. പിന്നെ ചൂതാട്ടം, ഒള്ളിയപ്പൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ ഉഷാറായിട്ട്. ഇതൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇപ്പോൾ നമുക്ക് ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് മനസ്സിൽ ഞാനൊരു കോയിന് വരെ ഇറക്കൂല, എനിക്ക് ആ രക്തം കാണാൻ തന്നെ കഴിയില്ല, അത്രയും മനസ്സ് അത്ര ഇതാണ്. അപ്പോൾ എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത്, ഈ ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നത്. പിന്നെ ഈ കൽപ്പനകൾക്കൊന്നും വിധേയമായി കൊണ്ട് എല്ലാവരും നടക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ലല്ലോ, ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ പലരും ഇപ്പോൾ മുസ്ലിം എന്നുള്ള പേരുണ്ടാവും, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവനായിരിക്കും, ഓനെ ഒരു മുസ്ലിം ആവാൻ ആവശ്യമാവുന്ന ഒരു പ്രധാനപ്പെട്ട ചില വാക്കുകൾ ഘടകമുണ്ട്, അത് ഓൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഓൻ ഇന്ന് കാണപ്പെടുന്ന ഒന്നൊരു മുസ്ലിം ഇന്ന് കാണപ്പെടുന്നതാവില്ല. ഓൻ നിസ്കരിക്കുന്നുണ്ടാവില്ല, ഓൻ നോമ്പ് വയ്ക്കുന്നുണ്ടാവില്ല, അവൻ കള്ളുടിക്കുന്നുണ്ടാവും, ഓൻ വ്യഭിചരിക്കുന്നുണ്ടാവും, ഓൻ അതുപോലെ ഇസ്ലാം നിരോധിച്ച എല്ലാ സംഗതികളും ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് അപ്പോൾ നമ്മൾ അവനെ കൊണ്ട് ഇസ്ലാമിനെ വിലയിരുത്താൻ പറ്റില്ല. അപ്പോൾ ഇസ്ലാം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ടത് ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ പൂർണ്ണമായും കൊണ്ട് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടാവും, അവരെ കൂടിയാണ് നമ്മൾ ഇസ്ലാമിനെ വിലയിരുത്തേണ്ടത്. ദാസേട്ടൻ എന്ന് പറഞ്ഞ വലിയൊരു മഹാമേരു അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അവരെ തന്നെയാണ് എപ്പോഴും ആരാധിക്കുന്നത്. എനിക്ക് ദാസേട്ടൻ എന്ന് പറഞ്ഞ ആരാധനയാണ്. ആ ആരാധന ഇവർക്കൊന്നും പിടിക്കാൻ പറ്റില്ല, ആ വ്യത്യാസമേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ശ്രീകുമാർ നല്ല പാട്ടുകാരനാണ്, നല്ല സുഹൃത്താണ്, അതൊക്കെ എനിക്കിഷ്ടമാണ്. അവരുടെ വീട്ടിൽ നിന്ന് ഞാൻ തുടങ്ങിയതാണ് പണ്ട് രാജേഷേട്ടനായിട്ട്, അതൊക്കെ അതുപോലെ ഉണ്ട്. പക്ഷേ ദാസേട്ടനായിട്ട് താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല, അത്രേ കാര്യമുള്ളൂ. അല്ലാതെ അവർ തമ്മിൽ ബന്ധപ്പെട്ട എനിക്ക് ആരായിട്ട് പ്രശ്നമില്ല. ഞാനൊരിക്കലും എൻ്റെ ഒരു പാട്ട് ഇയാൾ വേണ്ട വേറെ ആൾ പാടണമെന്ന് ഞാൻ പറയില്ല, പറഞ്ഞിട്ടുമില്ല, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എല്ലാവരും ചോദിക്കും, എല്ലാവരും ആഗ്രഹിക്കും, ഞാനും ആഗ്രഹിക്കും, പക്ഷെ പറയാറില്ല, അത്രേ ഉള്ളൂ. സംശയമില്ലാത്ത കാര്യം ഇന്ത്യയിൽ തന്നെ അദ്ദേഹമാണ്. അത്രയും തപസ് ചെയ്തിട്ടുള്ള ഈശ്വര തുല്യമായിട്ടുള്ള ശബ്ദമുള്ള വേറെ ഒരാൾ ഇന്നുവരെ ജനിച്ചിട്ടില്ല. പുതിയ മലയാള സിനിമ പുതിയ മലയാള സിനിമ വേണ്ടത്ര ഗൗനിക്കുന്നില്ല എന്ന് തോന്നുന്നു. അവർക്കൊന്നും അറിയില്ല, അവർക്ക് നല്ല പാട്ട് പോലും തിരിച്ചറിയാൻ പറ്റില്ല, പിന്നെ എന്ത് ചെയ്യാനൊക്കും. അതുകൊണ്ടാണ് പൃഥ്വിരാജ് ആരുമല്ലാണ് എനിക്ക്. അയാളും എന്നെ വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് അയാളെയും വേണ്ട, അത്രേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും പറഞ്ഞാലും എനിക്ക് പേടിയൊന്നുമില്ല. അയാൾ മലയാള സിനിമ കീഴടക്കി വെച്ചാലും എനിക്ക് പേടിയില്ല. അല്ല ആരായാലും അതെ, കീഴടക്കിയിട്ട് അടക്കി വെച്ചാലും ഞാൻ അയാളുടെ മുമ്പിൽ ഇരുന്നിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം എൻ്റെ പാട്ട് കൊണ്ട് അവരുടെ സ്റ്റാർഡം ഉയർന്നിട്ടുണ്ട്. എനിക്കറിയാതെ, എനിക്കറിയാത്ത പ്രധാനം ദാസേട്ടനെ പറ്റി പറയാനുണ്ട്. ഇദ്ദേഹം ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ട് പാടുന്ന ആളാണ് ദാസേട്ടൻ. ദാസ് എന്നുള്ളത് അയാൾക്കും കൂടി അറിയാം എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ദേവരാം മാഷ് പറഞ്ഞത് അത് അയാൾക്കറിയാമെന്നുള്ളതാണ് പ്രശ്നം. അയാൾക്ക് അറിയില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് എന്നെക്കൊണ്ട് കുഴപ്പമുണ്ടായാലും പ്രശ്നമില്ല, എനിക്കറിയാം, എനിക്ക് എൻ്റെ എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയാം. അതെങ്ങനെ നേടിയത്, ചുളുവിൽ നേടിയതെന്നല്ല, ഞാൻ കഷ്ടപ്പെട്ട് തപസ് ചെയ്തിട്ടുണ്ടാക്കിയതാണ്. അതായത് എനിക്ക് ഒരു ഭയവുമില്ല. ഭയം എന്ന് പറഞ്ഞാൽ മരണത്തിനെ പോലും എനിക്ക് ഭയമില്ല, പിന്നെ എന്താ എനിക്ക് പേടിക്കാൻ, ഒന്നിനും ഭയമില്ല. ഹ്യൂമർ ഇല്ല, ഹ്യൂമർ എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല, എഴുതാനാളില്ല. അതാണ് ഹ്യൂമർ എഴുത്തുകാരില്ലാണ്ടായി മാറി. ആളുകളുടെ ജീവിതത്തിൽ കോമഡിക്കുള്ള ചാൻസുകളില്ലാതായി മാറി. അതിന് ജനങ്ങളായിട്ടുള്ള ബന്ധങ്ങളില്ലാതായി മാറി. ഒരു കമ്പ്യൂട്ടറും ഒരു മൊബൈൽ ഫോണും വെച്ചിട്ട് റൂമിലിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഹ്യൂമർ ഉണ്ടാവില്ല.
എല്ലാ പിള്ളേരും അതിലേക്ക് മാറിക്കഴിഞ്ഞു. അതെ, പലതിനും വിലങ്ങ് തടികളുണ്ട്. ഇപ്പോൾ ഒരാളെ ഒരു കഷ്ണത്തിലാന്ന് വിളിക്കാൻ പറ്റില്ല, കറുത്തവനെന്ന് വിളിക്കാൻ പറ്റില്ല, ഒന്നും വിളിക്കാൻ പറ്റാത്ത ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ വാക്കിലും ഇത് ചെയ്യണം, ഓരോ വാക്കിലും അത് കണ്ടുപിടിക്കണം. അപ്പോൾ ഏത് വാക്ക് പറഞ്ഞാൽ എപ്പോൾ കേസ് കൊടുക്കുന്ന അറിയില്ല. അല്ല, ഒരു ചിലപ്പോൾ കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും. ഹ്യൂമർ എന്ന് പറഞ്ഞൊരു ചട്ടക്കൂട്ടിൽ എണ്ടക്കണ്ടൊരു സാധനമില്ല, അതിന് അതിരുകൾ പാടില്ല ഹ്യൂമറിന്. ഇപ്പോൾ രാജാവ് വരെ പണ്ടേ കാലത്ത് പറഞ്ഞെന്താണ്, കുഞ്ചൻ നമ്പ്യാർ പോലും രാജാവിനെ പോലും പരിഹസിച്ചിട്ട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ നെഹ്റു വരെ പറഞ്ഞിട്ടുണ്ട് ആരോട്, കാർട്ടൂണിസ്റ്റ് ശങ്കറിനോട്, എന്നെ പോലും വെറുതെ ഇവിടെ ഇരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഹ്യൂമറിന് അത്ര അതുവരെ കയറി ചെല്ലാവുന്ന ഒരവസ്ഥ കൊടുക്കണം, എന്നാൽ മാത്രമേ ഹ്യൂമറായിട്ട് ഇത് ചെയ്യുള്ളൂ. അല്ല, ബോഡി ഷെയ്മിങ്ങിൻ്റെ കുഴപ്പമാണത്, അത് പാടുന്നൊരിക്കലും. അല്ലാതെ എന്തിനും ഏതിനും അത് ബോഡി ഷെയ്മിങ് എന്ന് പറയരുത്. ഒരു കഷണ്ടിത്തലേൻ, അവന് അല്പം കഷണ്ടി ഉള്ളവനാണ്, അപ്പം മമ്മൂട്ടിക്ക് ഒരു മുടിയില്ലാത്തതെന്നും പറഞ്ഞതെന്നിട്ടും സോറി പറയേണ്ടതൊന്നും. പിന്നെ എങ്ങനെ അയാൾ ഇത് ഒരാളുടെ ഐഡൻറ്റിഫിക്കേഷനാണത്, അതെല്ലാം ഒരു ബോഡി ഷെയ്മിങ് പെടുത്താൻ പറ്റില്ല. ഇപ്പോൾ കഷണ്ടി പുരുഷൻ്റെ ഉത്തമ ലക്ഷണം നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. അയാളെ കഷണ്ടി എന്ന് വിളിക്കുമ്പോൾ എങ്ങനെ ബോഡി ഷെയ്മാവാം? ഇത് നമ്മൾ പഠിച്ചേക്കണേണ്. കഷണ്ടി പുരുഷൻ്റെ ഉത്തമ ലക്ഷണങ്ങളൊന്നാണ് കുമ്പക്കുടവയർ, കഷണ്ടി, മീശ, വെടിക്കല, ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. അതെങ്ങനെയാണ് നമ്മളൊരു ഇതാവുന്നത്, ബോഡി ഷെയ്മിങ് ആവുന്നത്? അപ്പോൾ പരസ്പര വിരുദ്ധമാണ് എല്ലാ കാര്യങ്ങളും. നാം പഠിക്കുന്നതൊന്നും പറയാൻ പാടുള്ളത് വേറൊന്നും, അത്തരത്തിലായി മാറി പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മുഹമ്മദ് റിയാസിന്റെ അമ്മാവനാണ് ഫാരിസ് അബൂബക്കർ എന്ന് പറയുന്ന ഒരു കഥ. അതിന്റെ എന്താണ് അതിന്റെ ഒരു റിയാലിറ്റി? എന്തെങ്കിലും കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ടോ? ഞാൻ ഈ നിമിഷം വരെ ഈ പറയുന്ന അമ്മാവനായിട്ട് ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല. ഞാൻ ഇന്നാൾ തമാശക്ക് പറഞ്ഞു, പണ്ട് ജയനു നസീറിൻ്റെ സിനിമയിൽ അന്ന് ചെറുപ്പത്തിൽ അച്ഛനൊരു പോലീസ് ഓഫീസറായിരിക്കും, കൊള്ളക്കാർ വന്ന് അച്ഛനെ കൊല്ലും, അമ്മേനെ കൊല്ലും, ഒരു മോനെ കൊള്ളക്കാരൻ കൊണ്ടുപോകും, ഒരു മോനെ പോലീസിൻ്റെ ഡ്രൈവർ കൊണ്ടുപോകും, അവർ വളർത്തും. പക്ഷെ ചെറുപ്പത്തിൽ പൂത്തിരി കത്തിച്ച് പൊള്ളി ഉണ്ടാവും രണ്ടാക്കും. ഇതൊരു 20 കൊല്ലം കഴിഞ്ഞാൽ സ്റ്റെൻഡിൻ്റെ ഇടയിൽ ഷർട്ട് വലിക്കുമ്പോൾ പൊള്ളി ഇത് കാണും. അപ്പോൾ ബാബു ഗോപി എന്ന് വിളിച്ച് ഒന്നിക്കല്. അതുപോലെ ഇനി എന്തെങ്കിലും കാണുമ്പോൾ ഒന്നിക്കാമെന്നല്ലാതെ ഞാൻ എൻ്റെ ജന്മത്തിൽ ഈ നിമിഷം വരെ ഒരു ഫോണിൽ പോലും വിളിച്ച് അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടില്ല. പിന്നെ അത് നമ്മളിപ്പോൾ ഞാൻ ഇതുവരെ ഒരു ബന്ധമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതതിൻ്റെ രസം. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അറ്റാക്കാണ് വന്നത്. വന്നാണെങ്കിൽ മറ്റ് ചില ഇഷ്യൂസിൻ്റെയും ഭാഗമായിട്ട് വന്നാണ്. ഇദ്ദേഹം ഒരു സൗഹൃദം വെക്കാൻ പാടില്ലാത്ത ആളാന്നുള്ള അഭിപ്രായം എനിക്കില്ല. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പാവപ്പെട്ട പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ സഹായിക്കുന്നവരൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബന്ധമില്ല എന്ന് പറയുന്നതല്ല, ഞാൻ പറയുന്നത് ബന്ധമില്ല എന്നുള്ളതുകൊണ്ട് ബന്ധമില്ല. ഇതുവരെയും ഫോണിൽ നാളെ ഇനിയിപ്പോൾ ഒന്ന് കണ്ടാൽ എന്തായാലും ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഷെയ്ക്കൻഡ് കൊടുക്കണം. കണ്ടാൽ സംസാരിക്കാൻ താല്പര്യമുണ്ട്. ഞാനിതുവരെ ഞാൻ ടി വിയിൽ മറ്റേ ഇതിൻ്റെ അന്നത്തെ ഇതൊക്കെ കണ്ടതല്ല, ഫോട്ടോ കണ്ടതല്ലാതെ ഞാനിതുവരെയും കണ്ടില്ല. അതുകൊണ്ട് ഇനി കാണരുത്, അദ്ദേഹം അപ്പുറത്തുള്ളതുകൊണ്ട് 10 കിലോമീറ്റർ അപ്പുറത്തൂടി പോവാ, അങ്ങനത്തെ ഒന്നുമില്ല. കാണണം. പക്ഷെ ഒരുപാട് അനുഭവം നമുക്കുണ്ടായിട്ടുണ്ട്, ഒരുപാട് അനുഭവം. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അറ്റാക്ക് ഞാൻ എവിടെയും പറയാത്തതാണ്, എന്നാലും പറഞ്ഞുതരാം. ഇലക്ഷൻ സമയത്ത് ഒരു സ്ഥലത്തൂടെ വാഹനത്തിൽ പോയി വോട്ട് വയ്ക്കുക. അപ്പോൾ നമ്മളെ കൂടെയുള്ളൊരു സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, കൂടെയുള്ള ഒരാൾ ഇപ്പോൾ പാർട്ടി സഖാവ് പറഞ്ഞു, അപ്പുറത്ത് ഇങ്ങനെ ആളെ കാണുമ്പോൾ അപ്പുറത്ത് ഒരു UDF സ്വാധീനമുള്ള ഒരു കേന്ദ്രമാണ്. അപ്പോൾ നമുക്കൊക്കെ അറിയാം UDF സ്വാധീനം. അവിടെ നിന്ന് ഒരു പ്രായമായ സ്ത്രീ കാണാൻ നിൽക്കുകയാണ്. അപ്പോൾ 2009 ഇലക്ഷനാണ്, അപ്പോൾ കാണാൻ നിൽക്കുകയാണ്. അപ്പോൾ UDF കേന്ദ്രമാണ്, എന്നാലും നമ്മൾ സ്ഥാനാർത്ഥിയാണല്ലോ. പോയി കണ്ടു. അപ്പോൾ ഒന്ന് ഒറ്റയ്ക്ക് മോനെ കാണണം എന്ന് പറഞ്ഞു, എൻ്റെ കൈ പിടിച്ചുകൊണ്ടേ. ഞങ്ങൾ ഇതുവരെയും വോട്ട് UDF ചെയ്തത്. ഇത്തവണ മോന് വോട്ട് ചെയ്യും, കാരണം മോൻ്റെ അമ്മാവൻ ഞങ്ങളെ അങ്ങനെ സഹായിക്കുന്നുണ്ട്.
വളരെ ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു ഏരിയയാണത്. അപ്പോൾ ഞാൻ കേട്ട് ആ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു കത്ത് ഒരാൾ തന്നു. കത്ത് ഞാൻ എടുത്തു വെച്ചിരുന്നു, ഇപ്പോൾ ഉണ്ടോ അറിയില്ല. ആ കത്തിൽ ഒരാളുടെ ഒരു പ്രയാസമാണ്, ഒന്ന് അമ്മാവനോട് പറഞ്ഞ് ഒന്ന് ആ പരിഹരിക്കണം. ആ ഒരു കത്ത്, ആ കത്ത് ഞാൻ കുറേ കാലം എടുത്തു വെച്ചിരുന്നു. അമ്മാവൻ എന്തെങ്കിലും കാണുമ്പോൾ അത് അടിപൊളിയാണ്. കംപ്ലീറ്റ്ലി ബോഡി ലാംഗ്വേജ് ആൻഡ് സൈലൻസ്. അതിന്റെ ആ ഒരു ഈ കണ്ണ് കണ്ടിട്ട് ഭയങ്കര സംഭവമായിരുന്നു. മാറ്റ് ഡാമൺ അല്ല, ടോം ഹാർഡി, ബാറ്റ്മാൻ ബിഗിൻസിൽ. അത് ശരിയാണ്, അത് ഞാൻ എൻ്റെ ഉള്ളിൽ മാത്രം ഉണ്ടായിരുന്നൊരു രഹസ്യമാണ് അത്. കാരണം എനിക്ക് ബാറ്റ്മാൻ ബിഗിൻസിൽ ഇദ്ദേഹം ചെയ്തിട്ട് അപ്പം നമ്മളെപ്പോഴും ആലോചിക്കുമല്ലോ, ഒരു ക്യാരക്ടറിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒന്നിലും അദ്ദേഹത്തിൻ്റെ ശബ്ദമായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖമാണ്. അപ്പം നിസാം വന്ന് എൻ്റെ അടുത്ത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് പറയുമ്പോൾ, ഞാൻ കൂമൻ്റെ ലൊക്കേഷനിൽ ഇരിക്കുമ്പോഴാണ് ഇവർ വന്നിട്ട് എൻ്റെ അടുത്ത് ഈ സ്ക്രിപ്റ്റ് പറയുന്നത്. അപ്പം നിസാമും അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ്റെ റൈറ്ററാണ് സമീർ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വന്ന് എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറയുന്നു. ഈ ഫുൾ സ്ക്രിപ്റ്റാണ് പറയുന്നത്. 2 മണിക്കൂർ ഇരുന്ന് ഞാൻ ഈ ഫുൾ സ്ക്രിപ്റ്റ് കേൾക്കുന്നു. അപ്പോൾ മറ്റേ ക്യാരക്ടർ എന്തായാലും മമ്മൂട്ടിയാണ്. അപ്പോൾ അത് ഞാനല്ലാതെ മനസ്സിലായി. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയത് ഏതാണെന്ന് ചോദിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത്, എടാ അത് ദിലീപാണ് എന്ന് പറയുന്നത്. അപ്പോൾ ദിലീപ് എന്തിനാ? കാര്യം ശബ്ദമില്ല, മുഖമില്ല, രൂപം കാണുന്നില്ല, അവസാനം മുഖം മൂടി മാറ്റുന്നൊരു സീൻ പോലെ അതിൻ്റെ അത്. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ ഇവരെന്നോട് പറഞ്ഞാൽ അത് എങ്ങനെ പറഞ്ഞു തന്നെ ഒന്നും എനിക്കറിയില്ല, പക്ഷെ അതൊരു ആക്ടർ ചെയ്യണം. അതും ആദ്യം പ്ലാൻ ചെയ്തിരുന്ന ഒരു ബോഡി ഡബിളിനെയോ ഒരു സ്റ്റണ്ട്മാനെയോ വെച്ച് ചെയ്യാനായിരുന്നു. പക്ഷെ ഒരു ആക്ടർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ഡിഫറൻസ് വരും എന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടെന്ന് നിസാം പറഞ്ഞു. പിന്നെ ഞാൻ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക എൻ്റെ അടുത്ത് തമാശയ്ക്ക് പറഞ്ഞോടാ, ഇങ്ങനെയുള്ള ചാലഞ്ചസ് എടുക്കണം ആക്ടേഴ്സ്, അപ്പോഴാണ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞു. അല്ലേ, ശരിക്കും മമ്മൂക്ക ആ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ പല സമയത്തും ഈ പരീക്ഷണ സിനിമകൾ, സോക്കോൾഡ് പരീക്ഷണ സിനിമകൾ എന്ന് പറയുന്നതിനോടൊരു പേടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പേടി മാറ്റി തന്നൊരു ക്യാപ്റ്റൻസിയാണ് ശരിക്കും മമ്മൂക്ക അത്തരത്തിലുള്ള സിനിമകൾ. ഇപ്പം നമ്മുടെ ഭൂതകാലത്തിൻ്റെ ഡയറക്ടറിൻ്റെ ഞാനത് ഞാനായിരുന്നു അതിൻ്റെ അകത്തൊരു ക്യാരക്ടർ ചെയ്യാനിരുന്നത്. പക്ഷെ അത് പെട്ടെന്ന് പ്രീപോണ്ട് ചെയ്തപ്പോൾ എൻ്റെ ഡേറ്റ്സുമായിട്ട്. പക്ഷെ അത് ആ സിനിമയുടെ മമ്മൂക്കയുടെ ജഡ്ജ്മെൻറ്റ് അൺബിലീവബിൾ ആണ്. ഒരിക്കലും ഞാനത് മമ്മൂക്ക ക്യാരക്ടർ ചെയ്യുമെന്ന് ഓർത്തില്ല. അത് മമ്മൂക്കയുടെ ഒരു അടുത്ത എക്സ്ട്രാ ഓർഡിനറി സിനിമയാണ് അർജുൻ ചെയ്യുന്ന ക്യാരക്ടർ. അല്ല, മമ്മൂക്ക എങ്ങനെയാണ് അത് ജഡ്ജ് ചെയ്യാന്നൊന്ന് ആലോചിച്ച് നോക്കണേ. തിയേറ്ററിൽ ആരാ പോയി പടം കാണുന്നത്? ഒരു 15, 28, 30 വയസ്സിനകമുള്ളവരാണ്. അപ്പോൾ അവർക്ക് വന്ന് വയലൻസ് വേണം, അടി വേണം, പിടി വേണം, അടി. കൊച്ചു പയ്യന്മാർ വരയ്ക്ക് നമുക്ക് ഗണ്ണിലെടുത്ത് ഇങ്ങനെ നിൽക്കും, കളിക്കുന്നത് വരെയും ഗണ്ണ് പിടിച്ചുകൊണ്ടാണ് കളിക്കുന്നത് ഇത് തന്നെ. അപ്പോൾ അവർക്കുള്ള പടങ്ങളെടുത്താലേ തിയേറ്ററിൽ ഓടത്തുള്ളൂ. പെണ്ണുങ്ങളുടെ കഥയൊക്കെ നല്ലതാണ്, പക്ഷേ ഇവിടെ നല്ല കഥകൾ, നല്ല ഇതൊക്കെ ഉണ്ട്. പക്ഷേ എടുത്താലും തിയേറ്ററിൽ അവർ പോയി കാണണം. അപ്പോൾ 1-2 പടങ്ങൾ ഇങ്ങനെയുള്ള, അതായത് ഇത് ജനജഗതിലെ അങ്ങനെയുള്ള കഥകളൊക്കെ അവർ തിരഞ്ഞെടുത്ത് കുറച്ച് അതിനു വേണ്ടി മെനക്കെടണം. ചുമ്മാ ഒരാൾ ഒരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് വന്ന് അവരുടെ ഒരു പ്രൊഡ്യൂസർ കിട്ടിയാന്ന് പറഞ്ഞൊരു പടം എടുത്തിട്ട് ഒരു കാര്യമില്ല. തിയേറ്ററിൽ പോയി കാണുന്നില്ല. ഈ എല്ലാവരും OTT കൊടുക്കാൻ 2 മാസം കാത്തിരുന്നാൽ മതി. എന്തിനാണ് തിയേറ്ററിൽ പോകുന്നത്? തിയേറ്ററിൽ പോയി ഒരു അമ്മയും അച്ഛനും 2 പിള്ളേരും പോയി എത്ര ചിലവാണ്. ഈ പിള്ളേരോടെ പോയി അവന് പോപ്കോൺ മേടിക്കണമെന്ന് പറഞ്ഞാൽ അതിന് എത്ര രൂപയാണ് തിയേറ്ററിൽ വിൽക്കുന്ന പോപ്കോണിൻ്റെ വില എന്താണ്? നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഇവിടെയൊക്കെ എങ്ങനെ കേരളത്തിൽ നമ്മൾ കൊണ്ടുപോകാമോ? അല്ലാതെ തിയേറ്ററിനകത്ത് ഇന്ന് എന്തുകൊണ്ട് അവർ സമ്മതിക്കുന്നില്ല? അത് അവർ വിൽക്കണമെന്ന് വെച്ചിട്ടല്ലേ സമ്മതിക്കാത്തത്? 2 പിള്ളേരായിട്ട് പോകുമ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല? അത് വളരെ മോശമായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിള്ളേരായിട്ട് പോകുമ്പോൾ കുറച്ച് എന്തെങ്കിലും 2 ബിസ്ക്കറ്റോ അതോ ഇതോ, എല്ലാ ഫാമിലിക്കും വന്ന് ഒരു 20,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് മാസത്തിൽ 2 ദിവസം ഒരു പടം കാണണമെങ്കിലും 2 പടം കാണണമെങ്കിലും പോലും എത്ര രൂപ ചിലവാക്കണം?
അതിന് എന്തിനാ അവർ പറയും വേണ്ട വന്ന് 2 മാസം കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ തന്നെ കിടന്നും ഉരുണ്ടുകൊണ്ട് കാണാമല്ലോ അല്ലേ? ഈ തിയേറ്ററിൽ ഈ ഫുഡ് കൊണ്ടുപോകാൻ പാടില്ലെന്നുള്ളത് എനിക്ക് ഭയങ്കര എതിർപ്പുള്ളൊരു കാര്യമാണ്. ഫുഡ് വെച്ചാൽ ചോറും കറിയും കൊണ്ടുപോകണ്ട, എന്തെങ്കിലും ഒരു പോപ്കോണോ ഒരു ബിസ്ക്കറ്റോ ഒരു വെള്ളമോ. എന്തൊരു ബിസിനസ് മൈൻഡാണ്. ഇവിടെയാണ് ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ ഓടാതിരിക്കാൻ ആൾക്കാർ വരാതിരിക്കുന്നത്. കാരണം ഈ അവിടെ തന്നെ കഴിക്കണം. അവരുടെ അടുത്ത് നിന്ന് എത്ര വേണേൽ അവിടെ അപ്പം മാത്രമേ തിയേറ്ററിൽ അഴുക്കാവത്തില്ലേ? തിയേറ്ററിനകത്ത് ഇതൊക്കെ താഴെ വീഴുന്നു, അത് കാരണം എലി വരും അതെന്നൊക്കെ പറയുന്നു. അപ്പോൾ അവരുടെ ഫുഡ് മാത്രം കഴിച്ചാൽ ഒന്നും ആവത്തില്ലേ? സാൻഡ്വിച്ച് അതും ഇതെല്ലാം താഴെ വീഴ്ത്തുക. അതുപോലെ വീട്ടിൽ നിന്ന് എന്തായാലും കൊണ്ടുപോകാൻ സമ്മതിക്കണത്. ഈ തിയേറ്ററുകളൊക്കെ ഇനി നിലനിൽക്കണമെങ്കിൽ അവിടെ വന്ന് ഫുഡ് എടുത്തിട്ട് പോകാൻ സമ്മതിക്കണം. അവർക്കൊരു വലിയ ലാഭമല്ലേ ഇത്. വന്ന് ഒരാൾക്ക് വന്ന് അവിടെ വന്നൊരു കട വയ്ക്കാനും കൊക്കോകോല വിൽക്കാനും ഇതിനുള്ള അവിടെ എഴുതി കാണിക്കുന്നത് കൊക്കോകോല വളരെ ചീത്തയാണെന്നൊക്കെ. പക്ഷേ കൊക്കോകോലയാണ് വിൽക്കുന്നത്, അവിടെ വെച്ച് വിൽക്കുന്നത്. സിനിമയുടെ തിയേറ്ററിൻ്റെ നിലനിൽപ്പിന് ഇങ്ങനെയുള്ള ഫുഡ് എടുത്തുകൊണ്ട് പോകാൻ സമ്മതിക്കണം. അകത്ത് തിയേറ്ററിനകത്ത് കൊണ്ടുപോകണം. എന്താ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അത് കുറച്ച് വലിയ ലെറ്ററിൽ എഴുതി കൊടുക്കുക കേട്ടോ. What is the universe? It is the third level of us, the dimension of us, where നമ്മൾ ഈ വലിക്കുന്ന ശ്വാസം തന്നെയാണ് നമ്മൾ പിന്നീട് അത് സ്പേസ് എന്ന് അതിനെ വിളിക്കുന്നത്. ആ സ്പേസിൽ കുറേ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുറേ ഫോംസ്, ഫിസിക്കൽ ഫോംസ്. സോ ദാറ്റ് ഇസ് സ്റ്റിൽ ഫിസിക്കൽ. ദ എത്തീരിയൽ ഇസ് സ്റ്റിൽ കണ്ടിന്യൂയിങ്. ആ എത്തീരിയലിൽ ഇത്രയും ജയൻറ്റ് ഫിസിക്കൽ ഫോംസ് ഉള്ളപ്പോൾ അതിനെ അതിനെ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നു. അവിടം വരെ എല്ലാവർക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഈസിയാണ്. പക്ഷേ നമ്മൾ ശരിക്കും കണ്ടിട്ടുണ്ടോ ഇത്? ഈ നൈറ്റ് സ്കൈ അല്ലാതെ ശരിക്കും കണ്ടിട്ടില്ല കണ്ണുകൊണ്ട്. That's why I'm telling you that you are the multi-dimensional everything that ever existed or will exist or exists at all, because actually nothing exists. All of that exists inside the simulation called the fourth dimension called the mind, and the mind is not here. This thing is connecting to the mind. The mind is one dimension in which all the entire universe and all the multiverses, you can say now multiverse. നിങ്ങൾ പറയുന്ന യൂണിവേഴ്സ് അല്ല ഞാൻ പറയുന്ന യൂണിവേഴ്സ്, അതല്ല ഈ കുട്ടി പറയുന്ന യൂണിവേഴ്സ്. when he thinks the universe, he has a different picture of the universe. My world is not your world. You don't live in my world. Now we are sharing a particular common world. So this is the multiverse. It is the mind, the particular dimension. ഇപ്പോൾ ഒരു വലിയ മലയുണ്ട് ഇങ്ങനെ. നിങ്ങൾ ഈ മലയുടെ ഈ സൈഡിൽ കൂടെ നടന്നാൽ നിങ്ങൾ പറയും ഇതൊക്കെ ഇങ്ങനെയാണ്. കംപ്ലീറ്റ് ഭയങ്കര പച്ചപ്പിടിപ്പും ഭയങ്കര പച്ച ഫോളിയേജും അവിടെ കുറേ കടുവയൊക്കെ ഉള്ള സ്പേസാണ് അത്ര. ഇപ്പുറത്ത് കൂടെ കയറി വരുന്ന ആൾ പറയാം കംപ്ലീറ്റ് ഡ്രൈ മരുഭൂമിയാണ്. ശരിയാണ്, അയാൾ നടക്കുന്ന ദാറ്റ് ഇസ് ഹിസ് POV. സോ ഫൈനലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് ഓൾ പെർസ്പെക്റ്റീവ്സ് ഓഫ് ദ പർട്ടിക്കുലർ ബ്രെയിൻ, നോട്ട് ദ മൈൻഡ്. ദ മൈൻഡ് ഹാസ് എവറി പോസിബിൾ. നിങ്ങൾ ഈ കംപ്ലീറ്റ് ഇൻ്റർനെറ്റ് കണ്ടിട്ടുണ്ടോ ഇന്നവരെ? കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. പക്ഷെ ഒരു സമയത്ത് ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളൊക്കെ കൂടി തന്നെയാണ് ഇതിലേക്ക് കുറേ സാധനം ഫീഡ് ചെയ്ത് അതിനെ തീറ്റി പോറ്റി വളർത്തി ഇപ്പം ഇത്ര വലിയൊരു ഇൻ്റർനെറ്റ് ആക്കി എടുത്തു. ഇപ്പം നമുക്ക് അതിനറിയില്ല ഇൻ്റർനെറ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എല്ലാം ഉണ്ട്. എന്തുണ്ട്? എല്ലാം. നിങ്ങൾക്ക് എന്താ വേണ്ടേ? സോ യു നീഡ് ടു ഹാവ് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ്. ഇറ്റ്സ് ഓൾ യു. ആൻഡ് ദ മൊമെൻറ്റ് യു ഗോ ടു സ്ലീപ്പ് ഡസൻറ്റ് എവറിത്തിങ് എൻഡ് വെൻ യു ആർ ഇൻ ഡീപ്പ് സ്ലീപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ശരീരവും ഇല്ല, നിങ്ങൾക്ക് യൂണിവേഴ്സും ഇല്ല, മൈൻഡും ഇല്ല, ഒന്നുമില്ല. റൈറ്റ്? ആ സംഭവം അതാണ് ലൈഫ്. ആൻഡ് ദാറ്റ് ഈസ് നെവർ എൻഡിങ്, ബിഗിനിങ്ലെസ്, എൻഡ്ലെസ്. ദാറ്റ് ഈസ് യു. ആൻഡ് ദെൻ വെൻ യു വേക്ക് അപ്പ് മീൻസ് ദ ബോഡി വേക്സ് അപ്പ്. യു വേക്ക് അപ്പ് ഇൻസൈഡ് ദ ബോഡി. ആ ബോഡിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓഫാക്കണം, അതിനെ ഇടയ്ക്ക് റീചാർജ് ചെയ്യണം, അതിന് ഫുഡ് കൊടുക്കണം. ലൈക്ക് ഓൾ അതർ തിങ്സ്. വണ്ടി ആയാലും ഫോണായാലും എന്തായാലും അതിനിടയ്ക്കിടയ്ക്ക് ഫുഡ് ഇട്ട് കൊടുക്കണം. ഒന്നല്ലേ പെട്രോൾ ഒഴിക്കണം, അല്ലെങ്കിൽ ചാർജ് കൊടുക്കണം, നമുക്ക് ഭക്ഷണം കഴിക്കണം. ബോഡി. ബട്ട് ദാറ്റ് ഈസ് നോട്ട് യു. വെൻ യു ലീവ് ദ ബോഡി ഈസ് കോൾഡ് ഡെഡ് ബോഡി എന്നല്ലേ വിളിക്കണേ. അതിനൊരു പേരും ഉണ്ടാവും. അപ്പോൾ ഈ ബോഡിയുടെ പേരാണ് ലെന, ലൈഫിൻ്റെ പേരല്ല ലെന. ഈ ലെന എന്ന ബോഡിയിൽ ചലിക്കുന്നതും അതിനെ ചലിപ്പിക്കുന്നതുമാണ് ഞാൻ. അതാണ് ലൈഫ്. മോഡിയെയും പിണറായി വിജയനെയും കൂടി താരതമ്യം ചെയ്താൽ
ആരുടെ ത്രാസ് താഴ്ന്നിരിക്കും? അതങ്ങനെ ഇവർ തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല. അവർ വഹിക്കുന്ന അധികാരം വളരെ കൂടുതലാണ് നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ. പറഞ്ഞു വെച്ചത് പിണറായി വിജയൻ എന്ന് വെച്ചാൽ ഒരു ചെറിയ സംസ്ഥാനത്തെ ഒരു കൊച്ചു മുഖ്യമന്ത്രിയാണ്. അത്രയും സാധനം. മറ്റതങ്ങനെയല്ലല്ലോ, അൺലിമിറ്റഡ് പവറാണ്. അതിന് മാത്രമുള്ള പണവും മറ്റു സംവിധാനങ്ങളും സൗകര്യങ്ങളും. ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ഇന്ത്യ അല്ല, ഗ്ലോബൽ പവറാണ്. അത് മുഴുവൻ ഒരാളുടെ കയ്യിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു, ഒറ്റക്കൊരു വ്യക്തി. അവിടെ അത് വലിയൊരു സംഭവമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ അധികാരമല്ല നരേന്ദ്രമോദിയുടെ കയ്യിലുള്ളത്. മനസ്സിലായില്ലേ? ഒന്നുമല്ല. അതേപോലെ വല്ല കമ്പാരിസൺ ഉണ്ടോ? നരേന്ദ്രമോദിയുടെ കയ്യിലുള്ള അധികാരം എന്ന് വെച്ചാൽ രാജ്യത്തിന് മുമ്പ് ജവഹർലാൽ നെഹ്റുവിനോ ലാൽ ബഹദൂർ ശാസ്ത്രിക്കോ ഈവൻ ഇന്ദിരാഗാന്ധിക്ക് പോലും ഇല്ലാത്ത, ഇന്ദിരാഗാന്ധിയും മോഡിയും തമ്മിലാണ് ശരിക്കും കമ്പാരിസൺ. ഇന്ദിരാഗാന്ധിയുടെ നല്ല കാലം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഇന്ദിരാഗാന്ധി 71 തെരഞ്ഞെടുപ്പ് ജയിച്ചു, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അത് കഴിഞ്ഞ് പാകിസ്ഥാനി യുദ്ധത്തിൽ തോൽപ്പിച്ചു. 72 നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം ജയിച്ചു. അപ്പോൾ സംസ്ഥാനങ്ങളിൽ ഭരണഘടന ഭേദഗതി ചെയ്തു. പിന്നെ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തി. സിക്കിമിനെ ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ആര്യഭട്ട, ഭാസ്കര എന്നൊക്കെ പറഞ്ഞ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു. ഹരിത വിപ്ലവം വിജയിപ്പിച്ചു. ഒറ്റ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തം നേടി. ഇത്രയൊക്കെ സക്സസ്ഫുള്ളായിട്ടുള്ള ഇന്ദിരാഗാന്ധി. അന്ന് ഇന്ദിരാഗാന്ധി ആൻഡ് ഇൻവിൻസിബിൾ എന്ന് പറയാവുന്ന സിറ്റുവേഷനിലാണ്, അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പുള്ള സമയം. പക്ഷെ അന്നും ഇന്ദിരാഗാന്ധിയെ എതിർക്കുന്ന ആളുകളുണ്ടായിരുന്നു. മനസ്സിലായോ? പാർലമെൻറ്റിനകത്ത് മൊറാർജി ദേശായി ഉണ്ടായിരുന്നു, പീലും മോഡി ഉണ്ടായിരുന്നു, AKG ഉണ്ടായിരുന്നു, ജ്യോതിർമയി ബസു ഉണ്ടായിരുന്നു, CPMൻ്റെ, അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്നു. അങ്ങനെ ഗംഭീരന്മാരായ നേതാക്കന്മാരുണ്ടായിരുന്നു. പാർലമെൻറ്റിന് പുറത്ത് അതിനേക്കാൾ കേമന്മാരായ ജയപ്രകാശ് നാരായണ, ആചാര്യ കൃപലാനിയൊക്കെ ഉണ്ടായിരുന്നു, ജോർജ് ഫെർണാണ്ടസ്. പിന്നെ 8 പേജിൽ 8 കോളത്തിലും എതിർക്കുന്ന ഗോയങ്കയുടെ ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ത്യ പാർലമെൻറ്റിൽ മോഡി എതിർക്കുന്നവർ NK പ്രേമേന്ദ്രനാണ്, വേറെ ഒരാളില്ല. പിന്നെ മഹുവ മൊയ്ത്ര എന്ന് പറഞ്ഞ ഒരു മെമ്പറാണ്, വേറെ ആരുമില്ല. ഇതാണ് അവസ്ഥ. പാർലമെൻറ്റിൽ പുറത്തോ ആരുമില്ല. എല്ലാ മാധ്യമങ്ങളും പുള്ളിക്ക് ഇത് മാത്രമല്ല, രാജ്യത്തെ എല്ലാ പണച്ചാക്കുകളും നമ്മൾ വിചാരിക്കണേക്കാളൊക്കെ ഭയങ്കരമാണ് ഇതിൻ്റെ. അത് വേറെ ഒരു എന്താണ് മറ്റേ BBC ഡോക്യുമെൻ്ററിയിൽ നിൽക്കുന്ന കാര്യമല്ല. BBC ഡോക്യുമെൻ്ററി എടുക്കുന്ന കാലത്തെ മോഡി അല്ല ഇന്നത്തെ മോഡി. ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് യൂട്യൂബിൻ്റെ കൺസംഷൻ കൂടുതലും വ്ളോഗ്സിലേക്ക് മാറി കോവിഡിന് ശേഷം. കോവിഡിന് മുമ്പേ ആൾക്കാർ കൂടുതലും ഫിക്ഷണൽ കണ്ടൻറ്റുകൾ കാണുന്നുണ്ടായിരുന്നു. ആ സ്പേസിൽ നിന്ന് മാറിയിട്ട് ഇപ്പം വ്ളോഗ്സിലേക്ക് ആൾക്കാർ കൂടുതൽ കൺസംഷൻ കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ആ സമയത്തും വ്ളോഗേഴ്സിന് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ആ സമയത്ത്, അവരുടെ വീടുകളിലും അവരുടെ ചെറിയ സ്പേസുകളിലും. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു റീച്ചബിലിറ്റി കൂടുതൽ ആ സമയത്ത് കിട്ടി. അതവരുടെ സബ്സ്ക്രൈബേഴ്സ് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അത് അവർക്ക് ഇവിടെ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രം മതി. മനസ്സിലായില്ല? അപ്പോൾ അത് ഫിക്ഷണൽ കണ്ടൻറ് ക്രിയേറ്റേഴ്സിലേക്ക് കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നു. അതപ്പോൾ അവരോട് ഇപ്പോൾ കമ്പയർ ചെയ്യല്ല, പക്ഷെ എന്നാലും നമ്മുടെ നമ്പേഴ്സ് കൂട്ടിയില്ലെങ്കിൽ മേ ബി ഫിക്ഷണൽ കണ്ടൻറ് ക്രിയേറ്റേഴ്സിലേക്ക് ആൾക്കാരിലേക്ക് എത്തുന്നത് കുറയും കണ്ടൻറ്. മനസ്സിലായില്ല? ആ വീഡിയോ റെക്കമെൻഡഡ് ആയിട്ടോ നിങ്ങളുടെ ഫീഡിൽ വരുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ സജഷൻ ലിസ്റ്റിൽ വരുന്നതോ കുറയാൻ ചാൻസ് ഉണ്ട്, അൺലെസ് വി ഡോണ്ട് ഡു റെഗുലർ വീഡിയോസ്. അപ്പോൾ അതൊരു ചെറിയൊരു ത്രെട്ടാണ്. അല്ലെങ്കിൽ ട്രെൻഡിങ് ലിസ്റ്റിൽ വരണം, അല്ലെങ്കിൽ അത്രയും പോപ്പുലർ ആയിരിക്കണം. ഒരുപാട് ആൾക്കാർ കോവിഡിന് ശേഷം ഒരുപാട് ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കരിക്കിൻ്റെ ചില വീഡിയോസ് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാനൽസിൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ല, മിസ്സായി പോയിട്ടുണ്ട്, അയ്യോ അത് ഇറങ്ങിയോ, അങ്ങനെയൊക്കെയുള്ള കോൺവെർസേഷൻ വരുന്ന ഓൺലി ബിക്കോസ് ആ അൽഗോരിതം ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം വ്ളോഗേഴ്സിലേക്ക് ഒരുപാട് പോകുന്നുണ്ട്. അപ്പം അത് എനിക്ക് തോന്നുന്നൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് കോവിഡിന് ശേഷം. ഹ്യൂമർ സെൻസ് എനിക്ക് മാറിയതായിട്ട് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഹ്യൂമർ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നതിന് ഡിഫറൻസ് വരുത്തുന്നതിനെക്കാട്ടിയും കൂടുതൽ എനിക്ക് തോന്നുന്നു വരുന്ന കണ്ടൻറ്റുകൾ ആൾക്കാർക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ആ സ്കെയർസിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ഹ്യൂമറായിട്ടുള്ള കണ്ടൻറ്റുകൾ ഇപ്പോൾ വളരെ കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷേ അന്ന്
എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഫിക്ഷണൽ കണ്ടൻറ്റ് ഇറങ്ങുന്നതുകൊണ്ടായിരിക്കാം കുറേ കൂടെ ഹ്യൂമറസ് ആയിട്ടുള്ള കണ്ടന്റുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ച് സ്കേഴ്സിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമ്പർ ഓഫ് കണ്ടൻറ്റ് ഇറങ്ങുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ജഡ്ജ്മെൻ്റ് ഉള്ളൂ. ഇപ്പോൾ മൂവിയുടെ ബിഹേവിയർ അല്ല, മൂവി കാണുന്ന ആളല്ല ഡിജിറ്റലിൽ കാണുന്നത്. അപ്പോൾ ഡിജിറ്റലിലെ കൺസ്യൂമർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ്. അപ്പോൾ അവർ ഹ്യൂമർ കൺസ്യൂം ചെയ്യുന്നതും തിയേറ്ററിൽ പോയി കൺസ്യൂം ചെയ്യുന്നതും ഭയങ്കര ഡിഫറെൻ്റ്. കാരണം ഇതെന്ന് പറയുന്നത് ഈസിലി അവൈലബിൾ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നൊരു കണ്ടൻറ്റ്. മൂവിയിലാകുമ്പോഴത്തേക്ക് കുറേ കൂടെ ആൾക്കാർ ജഡ്ജ്മെൻ്റല്ല. അപ്പോൾ അവരെ കുറച്ചുകൂടെ ചിരിപ്പിച്ചാലേ അവർ ചിരിക്കത്തുള്ളൂ. ബിക്കോസ് ദേ ആർ സ്പെൻഡിങ് മണി ആൻഡ് ഗോയിങ് ടു എ തിയേറ്റർ. ഇതാകുമ്പോഴത്തേക്ക് കുറേ കൂടെ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം പക്ഷേ എന്നാൽ പോലും നമ്പേഴ്സ് വളരെ കുറവാണ്, നമ്പർ ഓഫ് കണ്ടൻറ്റ് ഇറങ്ങുന്നു. അതുകൊണ്ട് അതിനൊരു ജഡ്ജ്മെൻറ്റ് കിട്ടുന്നില്ല. മനസ്സിലായി.